എന്റെ പേര് പാതിര എന്നാണ്. ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സൈക്കോളജി കൗൺസിലർ ആണ്. ഞാൻ ഇപ്പം 1 വർഷത്തിന് മേളിലായിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു. ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ കാരണമായത് എന്റെ പേരൻസ് തന്നെയാണ്. കാരണം അവർക്ക് നല്ലൊരു റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടിയത്. കാരണം എന്റെ അമ്മയ്ക്ക് കൊറോണ വാക്സിൻ എടുത്ത് കണ്ണിന്റെ വെയിൻ പൊട്ടി ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതാണ്. അമ്മയ്ക്ക് ഇതുമൂലം ഉറക്കം നഷ്ടപ്പെട്ടു, ഉറക്കമില്ലായ്മ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നേരിട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ ഒരു കാരണമാകുന്നത്. അത് യൂസ് ചെയ്യുന്നത് വഴി അമ്മയ്ക്ക് ആദ്യം കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് നല്ലൊരു ഉറക്കം ലഭിച്ചു എന്നുള്ളതാണ്. അത് ഫസ്റ്റ് ഡേ തന്നെ അമ്മയ്ക്ക് നല്ലൊരു ഉറക്കം ലഭിച്ചു. അത് മുഖേന അമ്മ ഇത് കറക്റ്റായിട്ട് ഉപയോഗിച്ചു. ഇപ്പൊ ഒരു 3 വർഷം ആവാറായപ്പോഴത്തേനും അമ്മയുടെ ആ കണ്ണിന്റെ കാഴ്ച ഒരു 80% തിരിച്ചിട്ടുണ്ട്. പല ഹോസ്പിറ്റലിലും കാണിച്ച് ആ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പ് പറഞ്ഞതായിരുന്നു. ആ കണ്ണിനാണ് ഇപ്പോൾ ഒരു 80% കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്റെ അച്ഛന് 1 വർഷം മുന്നേ സ്ട്രോക്ക് വന്നതാണ്. എന്റെ അച്ഛന് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാരും പറയല്ലേ, പ്രോഡക്റ്റ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്ന പലരും പറയാറുണ്ട്, എനിക്കിത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മൾ ആദ്യമേ ചോദിക്കും, കറക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പലരും നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങളത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, വെള്ളം കറക്റ്റ് ആയിട്ട് കുടിക്കുന്നുണ്ടോ, എല്ലാ സമയവും നിങ്ങളത് കയ്യിൽ കെട്ടുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതിനുള്ള ഏക റിസൾട്ടാണ് എന്റെ അച്ഛൻ്റെ എന്ന് പറയുന്നത്. കാരണം എന്റെ അച്ഛൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ അച്ഛന്റെ അമ്മ മരിച്ചത് മൂലം ആ സമയത്ത് കുറച്ച് ടെൻഷൻ കാര്യങ്ങളൊക്കെ ആയി. ആ സമയത്ത് അച്ഛൻ ഉപയോഗിക്കാതെയായി. ആ സമയത്താണ് അച്ഛന് സ്ട്രോക്ക് വരുന്നത്. എന്റെ അച്ഛന്റെ അരവരെ തളർന്നു പോയതാണ്. പക്ഷെ അതിൽ നിന്നും കറക്റ്റ് ടൈമിൽ വീട്ടിൽ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട്, അമ്മയ്ക്ക് കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടും, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, അമ്മയ്ക്ക് കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടും, അമ്മയ്ക്ക് കറക്റ്റ് സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റിയത് കൊണ്ടും ഇന്ന് ഒരു കുഴപ്പവും കൂടാതെ എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് അലർജി പ്രോബ്ലം ഉള്ളതായിരുന്നു. നല്ല ശ്വാസമുട്ടല്, ഇൻഹേലർ എടുത്തോണ്ടിരുന്നതാണ്. കുട്ടിക്കാലം മുതലേ അലർജി പ്രോബ്ലങ്ങൾ ഉള്ളതായിരുന്നു. അതെല്ലാം മുഖേന ഇപ്പൊ അലോപ്പതി മെഡിസിൻസ് എടുത്തു, കുറവില്ല. ഇൻഹേലർ മുഖേനയാണ് പൊക്കോണ്ടിരുന്നത്. ആയുർവേദ മെഡിസിൻ കഴിച്ചാണ് എനിക്ക് കുറവ് വന്നിരുന്നത്. പക്ഷെ ഇപ്പോ ഈ ഒരു നിമിഷം ഞാൻ ഇൻഹേലർ യൂസ് ചെയ്യുന്നില്ല. ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിയും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, പുതിയതായിട്ട് വന്ന എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. ഇവിടെ പലരും ഇപ്പം സാർ നന്നായിട്ട് തന്നെ ആ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി, പ്രോജക്റ്റ് പരിചയപ്പെടുത്തി, നല്ല വ്യക്തമായി തന്നെ ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ട് പോലെ തന്നെ എനിക്കും ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. മാഗ്നറ്റിക് തെറാപ്പി നമ്മൾ അതിലാരും കേട്ടിട്ടില്ല. അതുപോലെ തന്നെ എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ലാത്തൊരു കാര്യം നമ്മൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഇല്ലേ? നമുക്കറിയത്തില്ലാത്തത് ഇല്ല എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ടാവും. ഈ ലോകത്ത് നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു 3-4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അമ്മയും അച്ഛനും ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്തും ഞാനത് ആദ്യം അത്ര പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷെ അവർക്ക് റിസൾട്ട് കിട്ടുന്നു എന്ന് കണ്ടപ്പോ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു മകളെന്ന രീതിയിൽ എനിക്ക് സന്തോഷം, കാരണം അവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ. പിന്നെയാണ് ഞാൻ ഇതിന്റെ സയൻസ് പഠിച്ചതും ഇതെന്താണെന്ന് കൂടുതൽ അറിയാൻ ശ്രമിച്ചതും എല്ലാം ചെയ്തത് അതിന് ശേഷമാണ്. പിന്നെയാണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഈ മാഗ്നറ്റിക് തെറാപ്പി എന്താണ് എന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇവിടെ നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഉണ്ട്. എത്ര പേര് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്? ഓൾമോസ്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്നവരാണ്. പുതിയതായിട്ട് വന്നവരെന്ന് കൈവക്കാവോ? ഇത്ര പേരുണ്ട് അല്ലെ? അപ്പൊ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറോപ്പതിയിൽ വരുന്നതാണ്. നാച്ചുറോപ്പതി എന്ന് പറയുന്നത് നമ്മുടെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിൽ വരുന്നത്. അതായത് നമുക്ക് ഈ അലോപ്പതി ഒഴിച്ച് ബാക്കി വരുന്ന മെഡിസിൻ രീതികളെല്ലാം ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് ആയുർവേദ, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, ഇതെല്ലാം വരുന്നത് എന്തിലാണ്? ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് എന്നൊരു കാറ്റഗറിയിലാണ് വരുന്നത്. ആ നാച്ചുറോപ്പതിയിൽ വരുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് മാത്രമാണ് ഈ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ലായിരുന്നു എന്ന് മാത്രം. നമുക്കിത് പല രാജ്യങ്ങളിലും ഇത് പണ്ട് കാലം മുതലേ, അതായത് ആധുനിക കാലം മുതലേ അവർ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു ചികിത്സാ രീതിയാണിത്. പണ്ട് കാലങ്ങളിൽ ഇത് അവര് ചികിത്സാ രീതിയായിട്ടല്ല, അവരുടെ ഒരു ഓർണമെന്റ്സ് എന്ന രീതിയിൽ വരെ അവർ ഉപയോഗിച്ചിരുന്നു. അവരുടെ ജീവിത ഭാഗമായിട്ട് അവരത് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഉപയോഗിക്കുന്നത് വഴി അവർക്ക് റിസൾട്ട് ഉണ്ടെന്ന് പഠനങ്ങൾ പിന്നീട് തെളിയിച്ചത് വഴിയാണ്
ഈ മാഗ്നറ്റിക് തെറാപ്പി എന്നൊരു കണ്ടുപിടുത്തത്തിലേക്ക് ഇത് വന്നത്. അങ്ങനെ വന്ന് ഓരോ കാലഘട്ടം കഴിയുന്നതോറും ഏത് മാഗ്നറ്റിക് പല ടൈപ്പ് മാഗ്നറ്റ്സ് ഉണ്ട്, ബയോമാഗ്നറ്റ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ആ പല ടൈപ്പില് ഏതിനാണ് ഏറ്റവും കൂടുതൽ പവർ എന്ന് ശാസ്ത്രജ്ഞന്മാരുടെ പഠനം മുഖേനയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നിയോഡൈമിയം എന്ന മാഗ്നറ്റിലേക്ക് എത്തിയത്. ഏറ്റവും അവസാനത്തെ പഠനത്തിലാണ് നിയോഡൈമിയം എന്ന മാഗ്നറ്റിനാണ് ഏറ്റവും കൂടുതൽ പവർ എന്ന് മനസ്സിലാക്കിയതും. ആ നിയോഡൈമിയം ആണ് ഡോക്ടർ സാഗർ ജോഷി ഈ വൈറ്റോറിയം എന്ന പ്രോഡക്റ്റിലൂടെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ എന്ന വിധത്തില് നമുക്ക് തന്നിരിക്കുന്നത്. അത് നമുക്ക് എത്രയും പെട്ടെന്ന്, അതായത് നമുക്ക് ഉപയോഗിക്കാൻ എത്രയും എളുപ്പത്തില് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കാം, സാധാരണക്കാർക്ക് എങ്ങനെ ഉപയോഗിക്കാം. സാധാരണ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞാല് നമുക്ക് ക്ലിനിക്കുകളില് അല്ലെങ്കിൽ ഹോസ്പിറ്റലില് ഒക്കെ പോയി നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് വേദന മെയിൻ ആയിട്ട് പെയിൻ കില്ലർ ആയിട്ടാണ് മാഗ്നറ്റിക് തെറാപ്പി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് എവിടെയാണ് വേദന, ഇപ്പൊ ഷോൾഡർ പെയിൻ ആണ്, ഷോൾഡറിനാണ് വേദനയെങ്കിൽ നമ്മൾ പോകുന്നു, മാഗ്നറ്റ് എടുക്കുന്നു, ആ ഷോൾഡറിൽ വെക്കുന്നു, കെട്ടിവിടുന്നു, കുറച്ചുനേരം കെട്ടും, കുറച്ചുനേരം കഴിയുമ്പോൾ പിന്നെയും വേദന വരും. കാരണം നമ്മുടെ ജീവിതശൈലികൾ മാറിയിട്ടുണ്ടല്ലേ, അപ്പൊ പിന്നെയും വേദന വരും. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. മുട്ടിന് വേദന വന്നു, മുട്ടിന് ചെയ്യുന്നു. ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് എല്ലാം എടുക്കുന്നത് പോലെ തന്നെ. കാരണം നമ്മൾ വർഷത്തിലൊരിക്കൽ ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറയും. എന്തുകൊണ്ടാണ്? ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ശരീരത്തിന് നല്ല സുഖമാണ്, അതുപോലെ തന്നെ നല്ല ആശ്വാസം ലഭിക്കും. പക്ഷെ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ ജീവിതശൈലി അതുപോലെ തന്നെ പോകുന്നത് കൊണ്ട് ആ അസുഖങ്ങളും കാര്യങ്ങളും പിന്നീട് വീണ്ടും വരും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ മാഗ്നറ്റിക് തെറാപ്പി നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത്. അത് അങ്ങനെയല്ലാതെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഡെയിലി യൂസിന് സാധാരണക്കാർക്ക് എങ്ങനെ പറ്റും എന്നുള്ള ഒരു പഠനം മുഖേനയാണ് ഡോക്ടർ സാഗർ ജോഷി ഈ ഒരു പ്രോഡക്റ്റ് നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന, ഇവിടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അതിന്റേതായ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുതിയതായിട്ട് വന്ന എല്ലാവരും ആരാണോ നിങ്ങളെ കൊണ്ടുവന്നത് അവരോട് ഇത് കറക്റ്റ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ചോദിച്ച് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഉപയോഗിക്കുന്നത് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ലഭിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.